അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരവുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിർഭാഗ്യകരം എന്ന് പറയട്ടെ, വളരെ വേദനാജനകമായ ചില സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതുപോലെ തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിനെയും ഒക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അരങ്ങേറിയ ചില വാഗ്വാദങ്ങളും ചില പ്രവർത്തനങ്ങളും ഏറെ ലജ്ജാകരം എന്ന് പറയാതെ വയ്യ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളിൽ ഒരു സംഘടിത ശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒരുപാട് സാദാത്യങ്ങളുടെയും ഉഖറവിയായ ചിന്താഗതിയുള്ള കുറേ പണ്ഡിതന്മാരുടെയും ലക്ഷ്യം വളരെ കഠിനമായ അധ്വാനത്തിൻ്റെയും പരിണിത ഫലമായാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന മുസ്ലിങ്ങളുടെ സംഘടിത സ്വഭാവം മതപരമായും രാഷ്ട്രീയമായും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഈ നേട്ടം. അത് ചെറിയ തോതിൽ ഉള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലം ആയി മാത്രം കണക്കാക്കാൻ പാടില്ല. വളരെയധികം കഠിനാധ്വാനമാണ് അതിൻ്റെ പിന്നിൽ. മഹാന്മാരായ സാദാത്യങ്ങളും ഉഖറവിയായ മൺമറഞ്ഞ പണ്ഡിത നേതൃത്വവും ഇന്നത്തെ പണ്ഡിതന്മാരെ പോലെ നെറ്റിയടച്ച് തലയിൽ കെട്ടുന്ന ഒരു വിഭാഗം റൗഡികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള നെറ്റിയുടെ ഏതാണ്ട് ഈ സുജൂദിൻ്റെ ഭാഗം ഖുർആൻ വളരെ അഭിമാനത്തോടുകൂടെ മുസ്ലിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സീമാഹും ഫീ ഉജൂഹിഹിം മിൻ അസരി സുജൂദ് എന്നാണ്. ഖുർആൻ വളരെ നല്ല രീതിയിൽ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്ന മുസ്ലിങ്ങളുടെ മുഅ്മിനീങ്ങളുടെ അടയാളമാണ് സീമാഹും ഫീ ഉജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിൻ്റെ അസർ അടയാളം അവരുടെ നെറ്റിയിൽ കാണും. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. ഇന്ന് വട്ടത്തലയെക്കെട്ട് കെട്ടി ഇവിടം വരെ ഇറക്കി വെച്ച് ഒരുതരം തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് റൗഡികളുടെ മാതിരിയുള്ള ചിന്താഗതിയും അതേ രീതിയിലുള്ള പ്രസംഗവുമായിട്ട് രംഗത്ത് വരുന്ന കുറേ മൊയ്ലിയാക്കന്മാരെ കാണാം. എന്തൊരു ആക്ഷേപകരമായ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അവർ ഒരു സംഘടനയ്ക്ക് വേണ്ടി പറയുന്നത്, ഓരോ സംഘടനയ്ക്ക് വേണ്ടിയും പറയുന്നത് എന്ന് വേണം പറയാൻ. ഒരു കാലത്ത് ബഹുമാന്യനായ ഇന്ന് എന്നെ പുറത്താക്കി, എൻ്റെ പേരിൽ നോട്ടീസ് അടിച്ചില്ല, എന്നെ അതിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് കരയുകയും കുറേ ആളുകളെ കൊണ്ട് അതിനുവേണ്ടി ചിന്താവ് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്പലക്കടവും വേറെ ക്ഷേത്രക്കടവും ഒക്കെയായ കുറേ മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ. ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ അവരുടെ സ്റ്റേജ് മുഴുവനും ഉപയോഗപ്പെടുത്തിയത് ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം കൊണ്ടുവന്ന മുടിയെയും അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെയും ആക്ഷേപിക്കുകയും അവരൊക്കെ അരിവാൾ സുന്നി എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ആ മൊയ്ലിയാക്കൂട്ടങ്ങളെ അവരുടെ തങ്ങന്മാരെയും ഒക്കെ നഖശികാന്തം എതിർത്തുകൊണ്ട് അവരുടെ പുറകെ മടക്കി കുത്തി നടന്ന കുറേ മൊയ്ലിയാക്കൂട്ടമിൽപ്പെട്ട 4-5 പേരെയാണ് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ആ ഒഴിവാക്കിയപ്പോൾ അവർക്ക് നൊന്ത നോവല്, അവർക്ക് ഏറ്റ വേദന, അവർക്ക് പൊള്ളിയ പൊള്ളല് വളരെ വലുതായിപ്പോയി. വളരെ വലുതായത് കൊണ്ടാണല്ലോ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ചിലരെ പുറത്താക്കുകയോ ചിലരെ സസ്പെൻഡ് ചെയ്യുകയോ ചിലരുടെ പേരിൽ നടപടിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ അനുയായികളെ പുറകിൽ നിർത്തിക്കൊണ്ട് ചിന്താവ് വിളിപ്പിച്ചുകൊണ്ട് ഹെഡ് ഓഫീസിലേക്ക് ജാഥ നടത്തുന്നത് പോലെയാണല്ലോ ആ അമ്പലക്കടവിൻ്റെ നേതൃത്വത്തിൽ കുറേ അനുയായികളെ കൂട്ടിക്കൊണ്ടേക്ക് ചിന്താവ് വിളിച്ചുകൊണ്ട് നീങ്ങിയത്. അത് കാണണം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
എന്ത് ആവേശത്തോടു കൂടെ ഈ മൊയ്ലിയാർ ആ സിന്താവ് വിളിക്കുന്നവരുടെ മുന്നിൽ നടക്കുന്നത്. ധീര ധീര എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് രാഷ്ട്രീയക്കാർ ആ വിളിച്ചുകൊണ്ട് പറയുന്ന മുദ്രാവാക്യം പോലെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അമ്പലക്കടവിൻ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പുറകിൽ അനുയായികൾ വിളിക്കുകയും മുന്നിൽ ആവേശത്തോടു കൂടെ തുള്ളിച്ചാടി ഓടുകയും ചെയ്യുന്ന ആ അമ്പലക്കടവിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിലൂടെ ജന്മമെടുക്കാൻ പോകുന്നത് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അത് BJP-യിലൂടെയാണോ എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ്, അവരുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്, അവരുടെ ലക്ഷ്യം മറ്റൊരു കാന്തപുരമായി മാറലാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അത് മുഴുവനും ചെയ്യുകയാണ് ഇന്നവർ ചെയ്യുന്നത്. മുമ്പ് അതിനുവേണ്ടി അവർ ശീലിച്ചത് കാന്തപുരത്തെ ചീത്ത പറയുകയും കാന്തപുരത്തെ തെറി പറയുകയുമാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്നവര് ആ തെറിയും ചീത്തയും ഒക്കെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചു വിട്ടുകൊണ്ട് തനി രാഷ്ട്രീയക്കാരെ പോലും ലജ്ജിപ്പിക്കും വിധത്തിലുള്ള ആ അഭിവാദ്യം പറഞ്ഞുകൊണ്ടുള്ള ആ ജാഥ നടത്തുന്നത് നമ്മൾ കണ്ടു. ഓ, എത്ര തൊലിക്കട്ടിയാണ് ഈ മൊയ്ലിയാർക്കൊക്കെ! ഈ മൊയ്ലിയാരൊക്കെ എത്ര തൊലിക്കട്ടിയ! ഈ മൊയ്ലിയാരൊക്കെ എത്ര ആവേശത്തോടെ ഖുർആൻ പറയുക, എത്ര അന്തസ്സായിട്ടാ വഴന്ന് പറയുക, എത്ര ആദരവോടുകൂടെ തങ്ങന്മാരെ ബഹുമാനിക്കണമെന്നാ പറയുക. മൊയ്ലിയാരുടെ കാര്യം വന്നപ്പോൾ തങ്ങൾക്കൊരു ബഹുമാനവും ഇല്ല, പാണക്കാട് തങ്ങന്മാർക്കൊരു ബഹുമാനമില്ല, കൊടപ്പുറത്ത് തറവാടിനോ തറവാടുമല്ല, അങ്ങനെ ഒരു തറവാടുമില്ല, അങ്ങനെ ഒരു തറവാടുമില്ല, അങ്ങനെ ഒരു തങ്ങന്മാരുമില്ല, അങ്ങനെ ഒരു മഹത്വവും ഇല്ല എന്നൊക്കെ പറയാൻ വിധത്തിലേക്ക് ഈ മൊയ്ലിയാക്കന്മാരൊക്കെ എത്തിയാൽ സമീപ ഭാവിയിൽ ഇവർ മോദിക്ക് വേണ്ടി സിന്താവ് വിളിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. യാതൊരു തർക്കവും അക്കാര്യത്തിൽ ഇല്ല. കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുമുണ്ട്. ആരെയും എവിടെയും എപ്പോഴും മുഖത്ത് നോക്കി എന്തും പറയാൻ ധൈര്യം കാണിച്ച കേരളത്തിൻ്റെ അനുഗ്രഹീത പ്രഭാഷകനും ചിന്തകനും ബുദ്ധിജീവിയും എഴുത്തുകാരനുമായിരുന്ന സുകുമാർ അഴീക്കോടുണ്ട്. സുകുമാർ അഴീക്കോടിൻ്റെ മൂർച്ചയുള്ള നാവിന് ഇരയാകാത്ത ആരും തന്നെ കേരളത്തിലില്ല. പക്ഷേ ആ സുകുമാർ അഴീക്കോട് പോലും പാണക്കാട് കുടുംബത്തിന് നേരെ തിരിഞ്ഞിട്ടില്ല. കാരണം പാണക്കാട്ടുകാർ മര്യാദക്കാരാണ്, അന്തസ്സുള്ളവരാണ്, അഭിമാനമുള്ളവരാണ്, ആഭിജാത്യമുള്ളവരാണ്, ഉള്ളാവുന്ന ഒരു തറവാടിലെ അംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാണക്കാട്ടുകാർക്ക് എതിരെ തിരിയുവാനോ ഒരു വർത്തമാനം പറയുവാനോ സാക്ഷാൽ സുകുമാർ അഴീക്കോട് പോലും തയ്യാറായിട്ടില്ല. അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഒരു പടിയോടെ മുന്നോട്ട് പോയാൽ വലിയൊരു നേതാവാണ് കേരളം കണ്ട, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട നേതാക്കന്മാരിൽ വലിയൊരാളാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെ ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി വന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെയും മൂർച്ചയുള്ള ഇടയ്ക്കിടയ്ക്ക് വിക്കലുകൊണ്ട് ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്ന സംസാരമാണെങ്കിൽ പോലും ആ മുറിച്ചലിലും ഒരു രസമുള്ള സംസാരം നടത്തുന്ന, പ്രസംഗം നടത്തുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടും പാണക്കാട്ടേട്ട് തിരിഞ്ഞൊരക്ഷരം പറഞ്ഞിട്ടില്ല. MV രാഘവനും പാണക്കാട്ടേട്ട് തിരിഞ്ഞിട്ടില്ല. ഈ കേരളത്തിലെ ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രാസംഗികന്മാർ, ഒരുപാട് എഴുത്തുകാർ, ഒരുപാട് ചിന്തകർ, ഒരുപാട് വിമർശകർ, ഒരുപാട് നിരൂപണം നടത്തുന്നവർ ഒക്കെ ഉണ്ടായിട്ടും പാണക്കാട്ടേട്ട് തിരിയാൻ അവരാരും തയ്യാറായില്ല. നേരെ മറിച്ച് പാണക്കാട്ടുകാരെ ബഹുമാനിക്കുകയും അവരുടെ വേർപാടില് മലപ്പുറത്തെ അങ്ങാടിയിൽ കമഴ്ന്നടിച്ച് വീടുകൊണ്ട് ഇനി ഞങ്ങൾക്കാരാവുള്ള ഒരു മനുഷ്യനുണ്ടായത് വേർപെട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വേർപാടിൽ വിലപിച്ചുകൊണ്ട് മലപ്പുറം ടൗണിൽ കമഴ്ന്നടിച്ച് കിടന്ന് കരഞ്ഞ കേരളത്തിൻ്റെ അനുഗ്രഹീത കലാകാരനായ കൈതപ്പുറം ദാമോദരൻ പോലും, അങ്ങനെയുള്ളവർ പോലും ഉള്ള ഈ രാജ്യത്ത് പാണക്കാട്ടുകാർക്കെതിരെ ഒരു ശബ്ദമുയർത്താൻ ഒരു മനുഷ്യൻ തയ്യാറായിട്ടില്ല. എന്നാൽ അവിടെയാണ്
പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ നോട്ടീസ് ഇറക്കാനും ആ തങ്ങളെ വിമർശിക്കാനും വരെ മൊയ്ലിയാമാർ ഇന്നലെ വരെ അള്ളാന്റെ ദീനും ഭാഷത്തെ മുറുകെ പിടിക്ക്, യോജിക്ക്, ഐക്യം വേണം, നിങ്ങൾ അസൂയാലുക്കളാകരുത്, നിങ്ങൾ പരസ്പരം ദേഷ്യമുള്ളവരാകരുത്, എന്നൊക്കെ പറഞ്ഞ് അള്ളാഹ് റസൂലിന്റെ ഹദീസ് പ്രസംഗിച്ച് നടന്ന മൊയ്ലിയാരെ, അമ്പലക്കടവേ, ക്ഷേത്രക്കടവേ, നിങ്ങളൊക്കെ ഇന്ന് എവിടെ എത്തി? സാക്ഷാൽ പാണക്കാടിനെതിരെ നിങ്ങൾ എന്ത് സംസാരിച്ചാലും കല്ലിൽ കടിച്ച് പല്ല് കളയുക എന്നല്ലാതെ ഒന്നും ഏൽക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളല്ല, നിങ്ങളെക്കാൾ മുമ്പ് വളരെയധികം എതിർത്ത ആളുകൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ പിളർപ്പുണ്ടായി 89-ൽ സമസ്തയിൽ നിന്നും പുറത്തിറങ്ങിപ്പോയ 10-12 ആളുകളിൽ തലവനുണ്ടല്ലോ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം അന്നു മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാണക്കാട്ടുകാരെയും അതുപോലെയുള്ള മുസ്ലിം ലീഗിനെയും തറ പറ്റിക്കുക, തകർക്കുക എന്നതാ. ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമാകുന്ന കോണിക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ ആഖിറത്തിൽ ഹിസാബ് പറയേണ്ടി വരും എന്ന് വരെ പ്രസംഗിച്ച കാന്തപുരം ഉൾപ്പെടെ ശ്രമിച്ചിട്ട് അവസാനം ആയുധം വെച്ച് കീഴടങ്ങിയല്ലാതെ ലീഗിന്റെ നേരെയോ പാണക്കാട്ടുകാർക്ക് നേരെയോ കാന്തപുരത്തിന്റെ ഒരു അമ്പ് പോലും ഏശിയിട്ടില്ല എന്നിരിക്കെയാണോ ചെറിയ കാന്തപുരമാകാൻ ശ്രമിക്കുന്ന 4-5 പേരെ നിങ്ങൾ പാണക്കാട്ടുകാർക്കും തങ്ങന്മാർക്കും എതിരെ, മുസ്ലിം ലീഗിനെതിരെയും നിങ്ങൾ ഉറഞ്ഞു തുള്ളാൻ തയ്യാറാകുന്നത്? അനുയായികളെ കൂട്ടി എന്ത് നേടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ചുക്കും നേടാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കേരളക്കരയിലെ മുസ്ലിങ്ങൾക്കറിയാം, കേരളത്തിലെ മനുഷ്യന്മാർക്കറിയാം പാണക്കാട്ടുകാർ ആരാണെന്ന്, പാണക്കാട്ടുകാരുടെ മഹത്വം എന്താണെന്ന്, അവരുടെ അന്തസ് എന്താണെന്ന്, അവരുടെ അഭിമാനം എന്താണെന്ന്, അവരുടെ ആഭിജാത്യം എന്താണെന്ന്, അവരുടെ സുന്നത്ത് ജമാഅത്തിലുള്ള വിശ്വാസം എന്താണെന്ന് കേരളീയർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഈ വേലയൊന്നും ഈ അഭ്യാസമൊന്നും പാണക്കാട്ടുകാരോടോ മുസ്ലിം ലീഗിനോടോ ഏശുക പോലുമില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു നോട്ടീസിൽ പേര് വച്ചില്ല, ഇത്രയും കാലവും പട്ടിക്കാട് പരിപാടികൾ ഉൾപ്പെടുത്തി, ഇപ്പോഴും ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ട് അതിനെതിരെ അങ്ങോട്ട് ഉറിഞ്ഞു തുള്ളിയേക്കാമെന്ന് തീരുമാനിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചു. സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചത് തെറ്റായി എന്ന് പറഞ്ഞ അമ്പലക്കടവേ, നിങ്ങൾ അത് തെറ്റല്ലെന്ന് പറഞ്ഞത് കാന്തപുരമല്ലേ? കാന്തപുരത്തിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് തിരിയുന്നില്ല? ചെയ്തത് പാണക്കാട് സാദിഖ് അലി തങ്ങളാ. ആ നടപടിക്രമം ശരിയാണ്, തങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് ഉടനെ പ്രസ്താവനയുമായി യൂട്യൂബിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ലേ? പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ ഭാഗവക്കായെങ്കിൽ അത് ശരിയാണെന്നും അതിൽ തെറ്റില്ലെന്നും 100% ഇസ്ലാമികമാണെന്നും പൂർവികന്മാരായ മമ്പുറം തങ്ങന്മാർ ഉൾപ്പെടെ അത് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ന്യായീകരിച്ച് രംഗത്ത് വന്ന കാന്തപുരത്തെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? നിങ്ങളുടെ വിമർശനത്തിൻ്റെ മുന ഇപ്പോഴും പാണക്കാട്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചുവിടുന്നു? അപ്പം നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല. നിങ്ങളുടെ ലക്ഷ്യം പാണക്കാട്ടുകാരെ തകർക്കൽ മാത്രമല്ല, നിങ്ങളുടെ ലക്ഷ്യം മുസ്ലിം കൂട്ടായ്മ തകർക്കുക, മുസ്ലിം രാഷ്ട്രീയ ശക്തി തകർക്കുക, വഹാബിസം പറയുക. എന്തിന്? മുസ്ലിം ലീഗിലോ വഹാബി ഉണ്ടെന്ന് പറയുക. എന്തിനാ ആ വഹാബി ഉണ്ടെന്ന് പറഞ്ഞ് വഹാബി അങ്ങ് മാറ്റിയ പിന്നെ ലീഗ് അതിൻ്റെ ശക്തി അങ്ങോട്ട് കുറയും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഞങ്ങൾക്ക് അങ്ങ് കയറി പറ്റാമെന്ന നിങ്ങളുടെ വിചാരമെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയും തലയിൽ ആളുതാമസവും ഉള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ എന്ന് നിങ്ങൾ അറിയാതെ പോയത് വലിയ വലിയ മണ്ടത്തരമായി പോയി എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ ശരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാ. അവർക്ക് വഹാബികളെ അറിയാം, ആരെയാ മാറ്റി നിർത്തേണ്ടതെന്നും അറിയാം. സാക്ഷാൽ മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സാഹിബ് എന്ന പേരിൽ
എന്ന പേരിൽ വളരെ പ്രസിദ്ധനായ മുസ്ലിം മനസ്സുകളിൽ നിത്യവും ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറി ജ്വലിച്ചു നിന്ന, പ്രൗഢമായി നിന്ന, പ്രോജ്വലമായ ഒരു വ്യക്തി പ്രഭാവത്തിന്റെ ഉടമയായ പാർലമെന്റ് MP കൂടിയായിരുന്ന സാക്ഷാൽ സുലൈമാൻ സേഠിനെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എടുത്ത് ഈ ദൂരെ എറിഞ്ഞു കളഞ്ഞ മുസ്ലിം ലീഗിനോടാണോ നിങ്ങൾ ഈ കളിയുമായിട്ട് വരുന്നത്? മുസ്ലിം ലീഗിന്റെ നേരെ വേണ്ട, വിജയിക്കില്ല മക്കളെ, നിങ്ങൾ വിജയിക്കില്ല. ആഖിറത്തിൽ ഹിസാബികൾ പറയേണ്ടി വരുമെന്ന് നിങ്ങൾ പ്രസംഗിക്കാൻ കൊല്ലങ്ങൾ കുറയായി. ഒരു മൊയ്ലിയാരിപ്പോ എത്ര ദിവസമായി മുസ്തഫ ഫൈസിയൊക്കെ ആണത്തം പോരാന്ന് പറയുന്നു. മുസ്തഫ ഫൈസിയെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ ഫൈസിയെ ആക്ഷേപിക്കുന്നു. മുസ്തഫ ഫൈസി എങ്ങാണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പ്രസംഗം നടത്തിയപ്പോൾ അഹ്ലുബൈത്തിനെ കുറിച്ച് പറഞ്ഞു അത് പാണക്കാട്ടുകാരൻ തന്നെയാണെന്ന് മുസ്തഫ ഫൈസി സമ്മതിക്കണം. അത് മുസ്തഫ ഫൈസി അങ്ങനെ പറയാത്തതുകൊണ്ട് മൂപ്പർക്ക് വലിയ വിഷമമാണ്. മൂപ്പര് ഉടനെ പറയുന്ന ആണത്വം ഇല്ലാത്ത ആളാണ് കേട്ടോ. മുസ്തഫ ഫൈസിയുടെ ആണത്വം പരീക്ഷിക്കാൻ താനൊക്കെ എത്ര ജന്മം ഇനി തപസ്സരിക്കണോടോ? മുസ്തഫ ഫൈസി, സാക്ഷാൽ മുസ്തഫ ഫൈസി, ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരൻ നേരെ നിന്ന് വർത്തമാനം പറയുകയും ആയത്തും ഹദീസും വെച്ചുകൊണ്ട് ഗ്രന്ഥങ്ങളുടെ പിൻബലത്തോടുകൂടെ സംസാരിക്കാൻ തയ്യാറായ, അതിനുള്ള ധൈര്യം കാണിച്ച മുസ്തഫ ഫൈസിയാണോ താൻ ആണത്വത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കാൻ പോകുന്നത്? മുസ്തഫ ഫൈസിക്ക് ആണത്വം ഇല്ല. മുസ്തഫ ഫൈസി പട്ടിക്കാട് പ്രസംഗിച്ചത് പാണക്കാട് തങ്ങളെയാണെന്നങ്ങ് പറഞ്ഞ മുസ്തഫ ഫൈസി മിടുക്കനായി. മുസ്തഫ ഫൈസി വളരെ നല്ല മനുഷ്യനായി. പാണക്കാട്ടുകാരെ ഉദ്ദേശിച്ചാണ് എത്ര വലിയ അഹ്ലുബൈത്തായാലും എന്ന് പട്ടിക്കാട് പ്രസംഗിച്ചത് മുസ്തഫ ഫൈസി അത് പാണക്കാട് തങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രസംഗത്തിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അവിടെ വിഷയം അതായതുകൊണ്ട് ആ വിഷയത്തെ തഹ്കീദ് ചെയ്യാൻ വേണ്ടി ഒരു ഉദാഹരണമായിട്ട് അഹ്ലുബൈത്ത് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉടനെ തന്നെ മുസ്തഫ ഫൈസിക്ക് ആണത്വം ഇല്ല, പറഞ്ഞോടത്തിൽ നിന്നില്ല, വാക്ക് മാറിപ്പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എരിവരിവുള്ള കുറേ ദിവസങ്ങളായിട്ടോ വീഡിയോ വരുന്നു. എല്ലാ ദിവസവും വീഡിയോ വരും, എല്ലാ ദിവസവും മൂപ്പർക്ക് വീഡിയോ ഉണ്ട്. ഈ വിഷയമാണ് മാത്രം, ഈ ലീഗിനെ പൊളിക്കല്, ലീഗിന്റെ പേരിൽ പുള്ളിക്കൊരു വലിയ കുരുപൊട്ടല. നിരീശ്വരവാദം ഉള്ളിലൊതുക്കി മുസ്ലിം കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കുന്ന തലേക്കെട്ട് മൊയ്ലിയാരെ, നിങ്ങളൊരു ജന്മം മുഴുവനും ശ്രമിച്ചാൽ സാധ്യമല്ലാതെ. എന്തുകൊണ്ട്? സാക്ഷാൽ ഔലിയാക്കന്മാർ, സാക്ഷാൽ സൂഫികളായ ആര്യങ്ങൾ, ബാഫജിത്തങ്ങളെ പോലെയുള്ള ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങളെ പോലെയുള്ള, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ പോലെ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലെ മൺമറഞ്ഞ ഒന്നാം തരം സാദാത്യങ്ങൾ പടുത്തു നട്ടു നനച്ചു വളർത്തിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ നേരെ നിങ്ങൾ എത്ര കലി തുള്ളിയാലും ഒന്നും അവിടെ ഏൽക്കാൻ പോകുന്നില്ല. കല്ലിൽ കടിച്ച് വെറുതെ പല്ലുകളയല്ലേ മര്യാദ, കല്ലിൽ കടിച്ച് വെറുതെ പല്ലുകളയല്ലേ മര്യാദ. നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ അനുകൂലിച്ച് സംസാരിച്ചോളൂ, കാന്തപുരത്തിന് വേണ്ടി നല്ലതാ. പക്ഷെ അതിനുവേണ്ടി പാണക്കാട്ടുകാരെയും മുസ്ലിം ലീഗിനെയും തേജോവധം ചെയ്യാൻ എന്തിനാ ശ്രമിക്കണേ? എന്നാൽ മൊയ്ലിയാരെ ഹക്കിന്റെ അടിസ്ഥാനത്തിലൊന്ന് പറഞ്ഞേ. മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഏതിലാണ് നിൽക്കേണ്ടത്? നിങ്ങളൊന്ന് പറയും മൊയ്ലിയാരെ, ഏതിൽ നിൽക്കണം? മതമല്ല പ്രശ്നം, പൊരിയുന്ന വയറാണ് പ്രശ്നം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രത്യയശാസ്ത്രമാകുന്ന കമ്മ്യൂണിസത്തിലാണോ ഈ മുസ്ലിങ്ങൾ നിൽക്കേണ്ടത്? അതെയോ സംഘികളുടെ ഈ BJPയുടെ ഈ മുസ്ലിം സമുദായത്തെ കൊന്നു നശിപ്പിച്ച് ഇല്ലാതാക്കി ഇന്ത്യയിൽ നിന്ന് നാട് കടത്തണമെന്ന് പറയുന്ന BJPയിലാണോ മുസ്ലിം സമുദായം നിൽക്കേണ്ടത്? എവിടെ നിൽക്കണം? നിങ്ങൾ പറയുന്നല്ലോ ലീഗ് പറ്റൂല, എന്നാൽ പറ്റുന്ന ഒരു പ്രസ്ഥാനം കൂടി പട്ടക്കെട്ട് കെട്ടിയ മൊയ്ലിയാരെ ഒന്ന് പറഞ്ഞതാ. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എല്ലാവർക്കും അറിഞ്ഞുകൂടെ? അമ്പലക്കടവിൻ്റെയും അറിയാം, ക്ഷേത്രക്കടവിൻ്റെയും അറിയാം, ഒക്കെ അറിയാം. നിങ്ങൾക്കൊക്കെ ഒരു ഉദ്ദേശമുള്ളൂ, പാണക്കാട്ടുകാർ കൊള്ളാവുന്ന സീറ്റുകളിലും കസേരയിലും ഇരിക്കുന്നു. അത് അല്ല ഇരുത്തിയേക്കണ അവരെ. നിങ്ങളെ ഈ ചീത്ത പറയാൻ വേണ്ടി മാത്രം പടച്ചു വിട്ടതും അല്ലായാ. നിങ്ങൾ ഇത്രയും നാളും കാന്തപുരത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ട് നടന്നു, ഇപ്പോൾ പാണക്കാട്ടുകാരെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കണം. ഈ കോലത്തിൽ നിങ്ങളെ അധപ്പതിപ്പിച്ചത് ആരാ? അല്ലായാ.
മനസ്സിലായില്ലേ? പാണക്കാട്ടുകാരെ ചീത്ത പറയാനും മുസ്ലിം ലീഗിനെ തകർക്കാനും വേണ്ടി വീഡിയോ ചെയ്യുന്ന മൊയ്ലിയാരെ നിങ്ങളെ ഈ കോലത്തിലാക്കിയതും പടച്ചവനാ. അല്ല, നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നിസ്കാരത്തിന് അവിടെ ഒരു ദുആ നിങ്ങൾ ചെയ്യാറുണ്ടോ? എവിടെ? ഇപ്പൊ ആ ദുആ ഇല്ലല്ലോ മൊയ്ലിയാരെ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത. ആ ദുആ ഒന്ന് കാണാപ്പാഠം പഠിച്ച് അർത്ഥം അറിഞ്ഞ് ചൊല്ലൂ മൊയ്ലിയാരെ. അല്ലാഹുമ്മ രക്ഷിതാവേ ലിമാ ലാ അല്ലാഹുമ്മ രക്ഷിതാവേ ലാ മാനിഅ ഒരു വിലങ്ങുന്നവനില്ല ലിമാ അഅ്തൈത നീ കൊടുക്കുന്ന ഒന്നിനെ വലാ മുഅ്തിയ ഒരു കൊടുക്കുന്നവനില്ല ലിമാ മനഅത നീ വിലങ്ങിയതായ ഒന്നിനെ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ 4 or 5 മന്ത്രിമാരുള്ള 10 or 19 MLA-മാരുള്ള 2 or 3 MP-മാരുള്ള ഉണ്ടായിരുന്ന ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള കേരളത്തിലെ ഏറ്റവും വോട്ടർമാരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാക്കി വച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് അത് വെച്ചത്. കാരണം എന്താ? ചാപ്പനങ്ങാടി ദുആ ചെയ്തുകൊണ്ട്, ചാപ്പനങ്ങാടി വാപ്പൂസിയാർ ദുആ ചെയ്തുകൊണ്ട്, മലബാറിലെ വീരാനൗലിയ ദുആ ചെയ്തുകൊണ്ട്, ഏത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ദുആ ചെയ്തുകൊണ്ട്, ആ ദുആയുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങൾ നട്ടു വളർത്തിയ പ്രത്യയശാസ്ത്ര പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിൻ്റെ കൂട്ടായ്മയും അതിൻ്റെ സംഘടന ശക്തിയും ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ വഹാബിസം പറഞ്ഞും അതും ഇതുമൊക്കെ പറഞ്ഞ് തകർത്ത് തരിപ്പണമാക്കി നിയമസഭയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രതിനിധിയില്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കാനാണ് മൊയ്ലിയാരെ നിങ്ങളുടെ ശ്രമമെങ്കിൽ അതങ്ങ് മനസ്സിലിരിക്കട്ടെ. അതൊക്കെ ഞങ്ങൾ മുമ്പേ കൂട്ടി കണ്ടവരാ, കാണുന്നവരുവാ. അതുകൊണ്ട് കല്ലിൽ കടിച്ച് പല്ല് കളയണ്ട എന്നേ പറയാനുള്ളൂ. പാണക്കാട്ടുകാർക്കെതിരെ വേണ്ട, പട്ടിക്കാട് ജാമിയ നൂരിയക്കെതിരെ വേണ്ട. പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന് പറഞ്ഞാൽ വളർന്ന് പന്തലിച്ച ഒരു വടവൃക്ഷമാണ്. പാണ്ഡിത്യത്തിൽ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് പുറത്തുവിട്ട കേരള ചരിത്രത്തിൽ ഇന്ന് വരെ പട്ടിക്കാടിൻ്റെ ഒപ്പം നിൽക്കാവുന്ന ഒരു പ്രസ്ഥാനവും ഒരു മതസ്ഥാപനവും ഇന്ന് വരെ കേരളത്തിലില്ല. മാത്രമാണോ 10 or 15 ആലിമീങ്ങളെ അവിടെ നിന്ന് പുറത്തിറക്കി ഒരൊറ്റ മൊയ്ലിയാരുകാരനും ഒരു പള്ളിയും പൂട്ടിയിട്ടില്ല. പട്ടിക്കാട് നിന്ന് പുറത്തു വന്നവരുടെ ഗുരുസ്ഥം അതാ. പട്ടിക്കാട് നിന്ന് പുറത്തു വന്ന ആലിമീങ്ങളുടെ ഗുരുസ്ഥം അതാ. അവർ സേവനം ചെയ്ത ഒരു പള്ളി അവരുടെ പ്രവർത്തനം കാരണമായി പൂട്ടിയിട്ടില്ല. അവരുടെ പ്രവർത്തനം കാരണമായി ഒരു മഹലിൽ 2 ആയിട്ടില്ല. അവരുടെ പ്രവർത്തനം കാരണമായി ഒരു മഹലിൽ കത്തിക്കുത്ത് നടന്നിട്ടില്ല. അത്തരം സമുന്നയത്തോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഉസ്താദന്മാർ വാർത്തെടുക്കുന്ന സുന്ദരമായ നമ്മുടെ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ആ ഇരിക്കുന്ന കണ്ടില്ലേ, എന്ത് ശോഭയാ, എന്താ മഹത്വം. ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കല്, അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല് ഇബാദത്താണ്, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല് ഇബാദത്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഈ പറയുന്ന ആലിക്കുട്ടി മുസ്ലിയാരുടെ മുഖത്ത് നോക്കാനല്ലേ. എന്താ ആ ഭവ്യത, എന്താ മഹത്വം, എന്താ ഇസ്സത്ത്, എന്താ പ്രൗഢി, എന്താ ആ കവിഞ്ഞു തുളുമ്പുന്ന പാണ്ഡിത്യം. അങ്ങനെയുള്ള പണ്ഡിതന്മാരാൽ പുറത്തിറക്കി വിട്ട ആ ഫൈസിമാർ ഇന്നും എന്നും സമുദായത്തിന് മുതൽ കൂട്ടാൻ. അങ്ങനത്തെ പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് പോലും സിന്താവ് വിളിക്കാൻ മടക്കിക്കുത്തിയും കുത്താതെയും മൊയ്ലിയാരെ എത്ര ആവേശത്തോടു കൂടിയാ മുട്ടനാട് തുള്ളും പോലെയല്ലേ തുള്ളിക്കൊണ്ട് നിങ്ങൾ പുറകിൽ സിന്താവ് വിളിച്ച ആളുകളുടെ മുന്നിൽ നടന്നത്. മോശമായിപ്പോയി മൊയ്ലിയാരെ, മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. പട്ടിക്കാടിനെതിരെയും ഒന്നും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ നോട്ടീസിൽ പേര് വച്ചില്ലായിരിക്കാം, അത് ഈ ഒരു വർഷം വച്ചില്ലേ, അടുത്ത വർഷം വയ്ക്കുമെന്ന് കാത്തിരിക്കണം. നിങ്ങൾ മുമ്പും പേരൊക്കെ വച്ചതല്ലേ, നിങ്ങളെ മാത്രം പോരല്ലോ, വേറെ ഉണ്ടല്ലോ ആളുകൾ. പാണക്കാട്ടുകാർക്കെതിരെ വേണ്ട. പാണക്കാട്ടുകാർ ഈ കേരളത്തിലെ മുഴുവൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മുഴുവനാരും അംഗീകരിക്കപ്പെടുന്ന ഒരു ആദരണീയ കുടുംബമാണ്. ആ തറവാടിന് മഹത്വമില്ലെന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു മൊയ്ലിയാർ പറയണ കേട്ടു. ഒരു തറവാടിൻ്റെയും പേര് പറയേണ്ടത്. തറവാടിന് എന്നും മഹത്വമുണ്ട് മൊയ്ലിയാരെ, തറവാടിന് എന്നും മഹത്വമുണ്ട്. തറവാടിൻ്റെ മഹത്വം വളരെ വലുതുമാണ്. അത് മനസ്സിലാക്കി തങ്ങന്മാരെയും തങ്ങന്മാ ആദരിക്കാനും പാണക്കാട് കുടുംബത്തിൻ്റെ ഇസ്സത്ത് അള്ളാഹു എക്കാലവും നിലനിർത്തി തരുമാറാകട്ടെ. ഞങ്ങൾക്ക് തണലായി നേതൃത്വമായി. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.